ഹായ് ഫ്രണ്ട്സ്, സ്കൂളൊക്കെ തുറക്കാറായില്ലേ? അപ്പം നമ്മൾ സ്കൂളിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് കാണാം കേട്ടോ. ഫസ്റ്റായിട്ട് നമ്മൾ ഇതുപോലത്തെ നോട്ട്ബുക്കിൻ്റെ പേജ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഇമേജൊക്കെ വരച്ച് കളറൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വാട്ടർ കളർ നമുക്ക് കളർ പെൻസിൽ കൂടെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ വെറും ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഓൺ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നെയ്സിൽ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു പെൻസിൽ എടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും നോർമലായ പെൻസിൽ ഉണ്ടാവും. അതുപോലത്തെ പെൻസിൽ നമ്മൾ കുട്ടപ്പിയാക്കി എടുക്കാനുണ്ടോ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ അതിലേക്ക് ഫുള്ളായിട്ട് ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു മൂടിയിലേക്ക് കുറച്ച് സ്റ്റാർസ് ഗിൽട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു കവറും കൂടി ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടോപ്പിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഒരു പിങ്കോം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലേക്ക് ആ മൂടിയിൽ ചെയ്ത് വെക്കുന്ന ആ സംഭവം ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ചെവിയും മൂക്കും കണ്ണൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള നമ്മുടെ അടുത്ത് സ്കെയിൽ ഉണ്ടാവും. ഈ ഒരു സ്കെയിലിന് നമ്മൾ ഇതേപോലത്തെ ഒരു പിക്ചർ വരച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്രീൻ കളർ എടുത്തിട്ട് ഇതുപോലെ കളർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞൊരു സ്ട്രോബെറിനെയാണ്. അപ്പോൾ അത് അവിടെ ഇവിടെ ആയിട്ട് റാൻഡം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ ഇവിടെ നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പിങ്ക് കളറിൽ. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കാനാണ്. നമ്മൾ സാധാരണ ഒരു സ്കെയിലിനെ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുള്ള ആ ഒരു സ്കെയിലിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. ഫൈനൽ ഇങ്ങനെ കിട്ടണത്. നെക്സ്റ്റ് വർക്ക് വന്നിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ മുകൾ വശം ഉണ്ടല്ലോ, അത് നമ്മൾ പകുതി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡും ഈ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ട് വെക്കണം കേട്ടോ, സ്പേസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരാതെ നല്ല നീറ്റായിരിക്കും. എന്നിട്ട് നമ്മൾ സൈഡ് വശമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഇമേജസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ വശത്തേക്കായിട്ട് ഇതുപോലെ ഒരു സംഭവം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് പെന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഔട്ട്ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ടൂത്ത് പേസ്റ്റിൻ്റെ ബോക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പെൻസിൽ പൗച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്യേണ്ടത് ഇതിന് ഇതുപോലെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീതി കുറഞ്ഞതാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണ്ടാന്ന് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീതി കമ്മിയായതാണെങ്കിൽ ഒന്നിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമോ, ഒന്നിലൊരു വർക്ക് ചെയ്യുക, ഒന്നിലൊന്ന് ചെയ്യുക. അപ്പോൾ എൻ്റെ ഉള്ളത് കുറച്ച് വീതി ഉള്ളതുകൊണ്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഡിസൈൻ ചെയ്യുന്നത് ചെറുതായിട്ട് പിക്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കുക, കളർ ചെയ്ത് കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് കളർ മാറ്റിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ചുറ്റി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ ബ്രോക്കഡ് ആയിട്ടുള്ള എക്സാം പാഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബ്രോക്കഡ് അല്ലാത്തതിന് നമുക്കിത് ചെയ്യാം കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇതുപോലത്തെ എക്സാം പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. ഇതിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പീണുണ്ടോ ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പിക്ചറൊക്കെ വെച്ചെടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഔട്ട്ലൈനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചില ഭാഗങ്ങൾ മാത്രം കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ടേപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വർക്ക് വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ സഞ്ചിയൊക്കെ ഉണ്ടാവില്ലേ, ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബിഷോപ്പർ പോലത്തെ ബിഷോപ്പറല്ല ഒരു സഞ്ചി, അതിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നീളവും വീതിയൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു കട്ട് ചെയ്ത 2 പീസിൻ്റെ അതേ അളവിൽ നമ്മളൊരു ക്യാൻവാസ് എടുത്തിട്ട് അത് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിക്ക് സിബ് കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം 4 സൈഡിലേക്കായിട്ട് 1 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 2 സൈഡായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേറൊരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് അതുകൂടെ നീറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ 4 സൈഡ് അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു മാർക്ക് വരുന്ന ഭാഗത്തേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗച്ച് റെഡിയായി. മേക്കപ്പ് പൗച്ചായിട്ട് യൂസ് ചെയ്യാം.
നെക്സ്റ്റ് വർക്ക് വന്നിട്ട് ക്ലിയർ ഗ്ലാസ് ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് ആക്രിലിക് പെയിന്റ് വെച്ചിട്ട് ഡിസൈൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള നീളവും വീതി എടുക്കണം. അതിനുശേഷം നമ്മളൊരു ക്ലിയർ ആയിട്ട് ടേപ്പ് എടുത്തിട്ട് ഇതിന്റെ 3 സൈഡിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറിയ ഡെക്കറേഷൻ ആയിട്ട് വാഷി ടാപ്പ് യൂസ് ചെയ്തിട്ട് സൈഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ചെറിയ പീസ് ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക്. താങ്ക് യു.